ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിന് സ്തോത്രം. നാളുകളായി നാം ചിന്തിച്ചു വരുന്ന ഒരു വിഷയമാണല്ലോ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന കർത്താവ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അത് മരണമാണെങ്കിലും, അത് രോഗമാണെങ്കിലും, അത് കടബാധ്യതയാണെങ്കിലും, അത് ഞെരുക്കമാണെങ്കിലും, ഇതെല്ലാം ശരീരത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. അതും പോകട്ടെ, നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ചതോ നിത്യതയെ സംബന്ധിച്ചതോ ആയ കാര്യങ്ങൾ പോലും, ഏത് കാര്യമാണെങ്കിലും അതിനെല്ലാം ജീവനുള്ള ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ പരിഹാരമുണ്ട്. പരിഹാരമില്ല എന്ന് കരുതി നിങ്ങൾ ഒരു വിഷയത്തിലേക്ക് നോക്കി നിരാശപ്പെട്ട് പോകരുത്. നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും, എത്ര സങ്കീർണമാണെങ്കിലും, എത്ര ഘോരമാണെങ്കിലും, എത്ര ആഴമേറിയതാണെങ്കിലും, എത്ര പഴക്കം ചെന്നതാണെങ്കിലും, പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ സകല പ്രശ്നത്തിന് പരിഹാരമുണ്ട്. മകളെ, നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ജനിച്ച കാലം മുതൽ ഒരുപക്ഷെ വേദനയും സങ്കടവും അനുഭവിച്ച് മകളെ നിരാശയുടെ കയത്തിൽ നീ ഓരോ ദിവസവും താണു പോകുന്ന അനുഭവത്തിലായിരിക്കും ഇപ്പോൾ പോകുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, നിന്റെ ഇന്നത്തെ അവസ്ഥ മാറ്റാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. വിവാഹം കഴിച്ച് ആദ്യത്തെ ദിവസം തന്നെ തുടങ്ങിയതാണ് പ്രശ്നം. ഇങ്ങനെ പ്രശ്നം അനുഭവിക്കുന്നവരാരെങ്കിലും ഇന്നെൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞു കാണും, ഇനി എന്ന് നന്നാവാൻ, ഇനി എന്ന് ശരിയാവാൻ, ഇനി എൻ്റെ ഭർത്താവ് എന്ന് ശരിയാവുമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ശരിയാവാനാണെങ്കിൽ പണ്ടേ ശരിയായിക്കൊണ്ടേനെ. കാരണം ക്ലോസ്ഡ് ചാപ്റ്റർ എന്നാണ് നിങ്ങൾ പലരും പറയുന്നത്. ഒരുപക്ഷെ അത് നിങ്ങളുടെ അനുഭവമായിരിക്കും. നിങ്ങൾ കള്ളം പറയുന്നതല്ല, നിങ്ങളുടെ അനുഭവം അതാണ്. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുക്രിസ്തുവിൻ്റെ അരികിലുണ്ട്. നിങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ടവരെ, നിങ്ങളുടെ അരികിലേക്ക് വരുന്ന ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ഭാരങ്ങളും സങ്കടങ്ങളും ഇറക്കി വയ്ക്കുക. നിങ്ങൾ യേശുവിനോട് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ കണ്ണുനീർ പൊഴിക്കുക. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ കരഞ്ഞാൽ, നാം പ്രാർത്ഥിച്ചാൽ അതിനെല്ലാം പ്രതിഫലമുണ്ട്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിലാണോ എനിക്ക് ഓർമ്മയില്ല, കണ്ണുനീർ തുരുത്തിയിലാക്കി വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. കണ്ണുനീർ തുരുത്തിയിലാകുന്ന ദൈവമാക്കി വയ്ക്കുന്നത്. ഇടയ്ക്ക് കർത്താവ് ഇങ്ങനെ നോക്കും, ഇത്ര ഈ തുരുത്തി നിറയാറായി ഒരാളുടെ കണ്ണുനീര്, എന്തായിരിക്കും കാരണം? അങ്ങനെയൊന്നും ഞാനൊരു ഭാവനെ പറയുന്നേ ഉള്ളൂ. ദൈവത്തിന് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തായിരിക്കും കാരണം? അപ്പോൾ കർത്താവ് ഓരോ കാരണങ്ങൾ കാണും, കർത്താവ് അപ്പോൾ പരിഹാരം തരും. അങ്ങനെയാണ് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഓരോ പരിഹാരങ്ങൾ കിട്ടുന്നത്, അല്ലേ? എത്രയോ മനുഷ്യ ജീവിതങ്ങളാണ് പെട്ടെന്ന് മാറിയിട്ടുള്ളത്. പെട്ടെന്ന് അത്ഭുതകരമായ മാറ്റം ദൈവം കൊടുത്തിട്ടുള്ളത്. നമുക്കൊരുപക്ഷെ അത്ഭുതം തോന്നും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. നമുക്കും മറ്റുള്ളവർക്കും അത്ഭുതം തോന്നാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ മാറ്റാൻ യേശു ക്രിസ്തുവിന് കഴിയും. എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നത്? നമുക്ക് അസാധ്യമായതിനെ സാധിപ്പിച്ചു തരാനാണ് യേശു ക്രിസ്തു ജീവിക്കുന്നത്. എന്തൊരു ആശ്വാസമാണത്! എനിക്ക് സാധ്യമല്ല, എന്നാൽ എൻ്റെ ദൈവത്തിന് സകലവും സാധ്യമാണെന്നുള്ള ചിന്ത. ആ ചിന്ത നമ്മെ എന്നും ഭരിക്കണം. ആ ചിന്തയാണ് നമുക്ക് പ്രത്യാശ തരുന്നത്. ആ ചിന്തകളാണ് നമുക്ക് പ്രതീക്ഷ തരുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അങ്ങനെ കർത്താവിൽ ആശ്രയിച്ചും വിശ്വസിച്ചും കർത്താവ് സഹായിക്കും, കർത്താവിൻ്റെ പ്രിയപ്പെട്ട യേശു എന്നെ കൈവിടുകയില്ല എന്നുള്ള ഉറപ്പും നിർണയവും, കർത്താവ് തക്ക സമയത്ത് കാര്യം നീട്ടും. അത് ഒരുപക്ഷെ എൻ്റെ സമയത്തിനായിരിക്കില്ല, കർത്താവിൻ്റെ സമയത്ത്. ഇങ്ങനെ നമ്മൾ പോസിറ്റീവായി ആത്മീക വചനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങളും പോസിറ്റീവായി ഏറ്റെടുത്ത് നാം അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും കർത്താവ് പരിഹാരം തരും. ഇവിടെ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായത്തിലാണ് ഈ ഹിസ്കിയ രാജാവിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. എങ്കിലും യെശയ്യാപ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിലും കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു, ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. മരിച്ചു പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് 15 വർഷം ആയുസ് നീട്ടി കിട്ടി. എന്തൊരു അത്ഭുതമല്ലേ! 15 ദിവസമല്ല, 15 മാസമല്ല, 15 വർഷത്തേക്ക് ആയുസ് നീട്ടിക്കൊടുത്തു. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ? നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ആയുസ് കർത്താവ് കൂട്ടിത്തരും, നിങ്ങൾക്ക് സൗഖ്യം തരും. സ്തോത്രം. മാത്രമല്ല, നാം ഒരു പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട്, മുൻവെച്ചുകൊണ്ട് നാം കണ്ണുനീരൊഴുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രശ്നത്തിന് മാത്രമല്ല ദൈവം പരിഹാരം തരുന്നത്,
നമ്മുടെ വിശ്വാസം കണ്ടിട്ട് മറ്റനേക പ്രശ്നങ്ങൾ കൂടി നമുക്ക് പരിഹാരം തരും. എന്താണ് കർത്താവ് പറഞ്ഞത്? 6-ാം വാക്യം, ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും, ഈ നഗരത്തെ ഞാൻ കാത്തു രക്ഷിക്കും. ഹിസ്കിയാവിനാണ് രോഗം വന്നത്. ഹിസ്കിയാവ് രോഗം വന്ന് മരിക്കാതിരിക്കാനാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ ആയുസിനോട് 15 സംവത്സരം കൂട്ടി. മാത്രമല്ല, ഹിസ്കിയാവ് ഭരിക്കുന്ന രാജ്യത്തെ അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്നും ആ നഗരത്തെ കർത്താവ് കാത്തു സംരക്ഷിക്കുമെന്നുള്ള വാഗ്ദത്തം. അത് എത്രയോ ശ്രേഷ്ഠമാണ്. ഇതാ നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം. ഇതാ പ്രിയരെ, കർത്താവിൻ്റെ സ്നേഹം അതാണ് പ്രിയരെ. കർത്താവിനെ സ്നേഹിക്കാനേ കഴിയൂ. നമ്മൾ വിചാരിക്കും ഒരു ക്രൂരനായ ദൈവം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകുമോ? എനിക്കറിയില്ല. ഈ ദൈവം സ്നേഹസമ്പന്നനാണ്. നമ്മെ എങ്ങനെ സഹായിക്കാൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു ദൈവം. പക്ഷെ പലപ്പോഴും ദൈവത്തിന് നമ്മെ സഹായിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ നമ്മളിലുള്ള ചില പാപങ്ങൾ, ചില അവിശ്വാസങ്ങൾ, ഒരുപക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതായ ചില പ്രകൃതങ്ങൾ. എന്നാൽ നിങ്ങൾ അതെല്ലാം ഓർത്ത് അനുദപിച്ച് അതിനോടെല്ലാം യാത്ര പറഞ്ഞാൽ, ഒരിക്കൽ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും കർത്താവ് അതെല്ലാം മാറ്റിക്കളഞ്ഞ് തൻ്റെ തിരുരക്തത്താൽ നമ്മെ കഴുകി നമ്മെ സഹായിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ യഹൂദ രാജാവായ ഹിസ്കിയാവിന് രോഗം പിടിച്ചിട്ട് അത് മാറി സുഖമായ ശേഷം അവൻ എഴുതിയ എഴുത്ത് സുഖമായി കഴിഞ്ഞപ്പോൾ മനോഹരമായ ഒരു സ്തുതി കീർത്തനം ഈ ഹിസ്കിയാവ് എഴുതി. അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ വായിക്കുന്നില്ല. അതിൻ്റെ 17-ാമത്തെ വാക്യം അത് വളരെ പ്രസക്തമാണ്. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. രോഗമാണ് വന്നത്, മാരകമായ രോഗമാണ് വന്നത്. പക്ഷേ ഹിസ്കിയാവിന് കിട്ടിയ ആത്യന്തികമായ ആത്മീയ ഗുണം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ചില പാപങ്ങൾ കർത്താവ് എടുത്തു മാറ്റി. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. ഈ കയ്പായത് വന്നത് മൂലം വലിയ സമാധാനം കിട്ടി, പാപം മാറി കിട്ടി. നാശക്കുഴിയിലേക്ക് പോകേണ്ട ഹിസ്കിയാവിനെ സ്നേഹത്തോടെ ദൈവം രക്ഷിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും എല്ലാം നാം കടന്നു പോകുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഒരുപക്ഷെ നാം ആ ഒരു പ്രശ്നം മാത്രം മാറാൻ ആഗ്രഹിക്കുമ്പോഴും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് മാത്രമല്ല. മോനെ, നിനക്കൊരു രക്ഷ മാത്രം തന്ന് ഒതുക്കി നിർത്താനല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ രക്ഷയുടെ അനുഭവത്തിലേക്ക്, രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിന്നിലൂടെ അനേക ആത്മാക്കളെ വീണ്ടെടുക്കാനും, നിന്നിലൂടെ ഒരുപക്ഷെ ഒരു ദേശത്തെ തന്നെ അനുഗ്രഹിക്കാനും, നിന്നിലൂടെ അനേക കൃപാവരങ്ങൾ ജ്വലിപ്പിക്കാനും, നീ കാൽകുത്തുന്ന ഭവനവും ദേശവും നിനക്ക് അവകാശമായി തരാനും, അങ്ങനെ വൻ കാര്യങ്ങളാണ് ദൈവം നമ്മിലൂടെ പ്രതീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ഹിസ്കിയാവിനൊരു രോഗം വന്നു. ആ രോഗത്തിന് സൗഖ്യം കൊടുക്കുക മാത്രമല്ല, ഹിസ്കിയാവിനെ അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതും പോരാ, ഹിസ്കിയാവിൻ്റെ നഗരത്തെ കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് പറയുന്നു. മാത്രമല്ല, ഹിസ്കിയാവിന് സമാധാനം നിറച്ചു കൊടുക്കുന്നു. ഹിസ്കിയാവിൻ്റെ സകല പാപങ്ങളെയും കർത്താവ് കഴുകി കൊടുക്കുന്നു. ഹിസ്കിയാവിനെ നാശത്തിൽ നിന്ന്, തൻ്റെ പ്രാണന്, തൻ്റെ ആത്മാവിനെ നാശക്കുഴിയിൽ നിന്ന് രക്ഷിക്കുന്നു. നിത്യജീവൻ്റെ അവകാശം കൊടുക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നാം ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചെറിയ രോഗസൗഖ്യം തന്ന് നമ്മെ തൃപ്തിപ്പെടുത്താനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മോനെ, ഇന്നത്തെ നിൻ്റെ ഒരു കൊച്ചു കടം മാറ്റി തരുന്ന ഒരു ദൈവം എന്ന് മാത്രം പറയാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെന്താ? നീ വായ്പ വാങ്ങുന്നവനല്ല, വായ്പ കൊടുക്കുന്നവനാക്കി നിന്നെ തീർക്കും. അതാ നമ്മുടെ ദൈവം. ഒരു രോഗം മാറ്റുക മാത്രമല്ല, അനേകർക്ക് ആശ്വാസം കൊടുക്കുന്നവനായി നിന്നെ തീർക്കും. കർത്താവിന് സ്തോത്രം. ഒരുപക്ഷെ രോഗസൗഖ്യത്തിൻ്റെ കൃപാവരം നിന്നിലൂടെ കർത്താവ് ജ്വലിപ്പിക്കും. മരിച്ച് മൺമറഞ്ഞു പോയേണ്ട ഒരു മനുഷ്യൻ ഇപ്പോൾ കർത്താവിനെ സാക്ഷിക്കുന്നു. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു എന്ന്. ഇന്ന് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കർത്താവിൻ്റെ പ്രിയ മക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കി നിരാശപ്പെടുകയല്ല. ഈ പ്രശ്നം വന്നത് മൂലം, അതിനെ നിങ്ങൾ ഓവർകം ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആത്മീയ അനുഗ്രഹങ്ങൾ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു. മോനെ, ഇന്ന് പണത്തിന് ഞെരുക്കമുണ്ട്. പക്ഷേ ഈ ഒരു ഞെരുക്കം മാറ്റി തരാൻ മാത്രമല്ല, അനേകർക്ക് കൊടുക്കുന്നവനാക്കി നിന്നെ തീർക്കും. അനേകരെ സഹായിക്കുന്നവനാക്കി ദൈവം നിന്നെ തീർക്കും. അനേകരെ കണ്ണുനീർ തുടയ്ക്കുന്നവനാക്കി ദൈവം നിന്നെ തീർക്കും. കർത്താവിന്റെ സ്തോത്രം. അത് ഭൗതികമായ ഒരു ഞെരുക്കം മാത്രമല്ല, അനേകരുടെ ആത്മീക ദാരിദ്ര്യം മാറ്റുന്നവനാക്കി ദൈവം നിന്നെ തീർക്കും. ഇങ്ങനെ എത്ര എത്ര പദ്ധതികളാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളത്. ഓരോ രക്ഷിക്കപ്പെട്ട ദൈവത്തിനെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഹെവൻലി പ്ലാൻ, ഡിവൈൻ പ്ലാൻ. ഈ പ്ലാൻ അനുസരിച്ച് നമുക്കൊന്ന് നീങ്ങിയാവും.
നമുക്കൊന്ന് നീങ്ങാൻ സമർപ്പിക്കാം. അത് മനോഹരമാണ്, അത് അത്യന്തം ശ്രേഷ്ഠമാണ്. അപ്പോൾ ആത്യന്തികമായി ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ എന്താണ് കിട്ടിയത്? അദ്ദേഹത്തിന് പാപമോചനം കിട്ടി, പാപക്ഷമ കിട്ടി, നിത്യജീവന്റെ അവകാശം കിട്ടി, ആയുസ് നീട്ടി കിട്ടി. ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യെശയ്യാപ്രവചനത്തിലൂടെ പറഞ്ഞ വാക്കൊന്ന് സ്വീകരിച്ചപ്പോൾ, ആ വചനത്തിൽ നിന്ന് എളിമപ്പെട്ടപ്പോൾ, അദ്ദേഹം പോലും ചിന്തിക്കാത്തതും അദ്ദേഹം പോലും തിരിച്ചറിയാൻ കഴിയാത്തതായ അനേകം കാര്യങ്ങൾ അദ്ദേഹത്തിന് ദൈവം സാധിപ്പിച്ചു കൊടുത്തു. ഇതാണ് ഞാൻ കൂടെ കൂടെ ഞങ്ങളുടെ കൂടിവരവിലും എൻ്റെ പ്രസംഗങ്ങളിലും പലപ്പോഴും പറയാറുണ്ട്. എന്നും നാം പരിശുദ്ധാത്മാവിനോട് പറ്റിച്ചേർന്ന് നിൽക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വഴികളോട്, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനോട്, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകളോട്, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകളോട്, പരിശുദ്ധാത്മാവിൻ്റെ ദൂതുകളോട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവചനത്തോട്, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളോട് നാം അനുകൂലമായി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ദൈവം നടത്തിത്തരും. വൻ കാര്യങ്ങൾ. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നടക്കണമോ? അത് ആത്മീയ കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ, ഭാര്യയുടെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ, മാതാപിതാക്കളുടെ കാര്യങ്ങൾ, ഇങ്ങനെ നമ്മിലൂടെ നടത്തേണ്ടതായ സകല കാര്യങ്ങളും, അതിലുപരിയായി ആത്മീയമായ കാര്യങ്ങളും ദൈവം നമ്മിലൂടെ നിർവഹിക്കും. ഇതാണ് ഈ ദൈവം, ഇതാണ് ഈ ദൈവത്തിൻ്റെ സ്നേഹം, ഇതാണ് ഈ ദൈവത്തിൻ്റെ കരുണ. ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല, നമ്മെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അതാണ് യേശുക്രിസ്തു. നമ്മെ തള്ളി മാറ്റി നിർത്തുകയല്ല, ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന ക്രിസ്തു, ചേർത്ത് പിടിച്ച് ആശീർവദിക്കുന്ന ക്രിസ്തു, നമ്മെ തന്നെ ആണിപ്പഴുതുള്ള ഇരുവരും വെച്ച് അനുഗ്രഹിക്കുന്ന ക്രിസ്തു. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് വേണമോ? ക്രിസ്തുവിൻ്റെ അനുഗ്രഹം വേണമോ? ക്രിസ്തു തരുന്ന നിത്യജീവന്റെ അവകാശം വേണമോ? ക്രിസ്തു തരുന്ന പാപക്ഷമ വേണമോ? ക്രിസ്തു തരുന്ന ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹം വേണമെങ്കിൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുക. അങ്ങനെ നമുക്കും ഈ ഒരു സാക്ഷ്യം പറയാൻ ഇടയാകും. അങ്ങനെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? ഉണ്ടാകുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങൾക്കറിയാം. ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷെ ഞങ്ങളിൽ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം വേർതിരിച്ച ശേഷം നിങ്ങൾ ഒറ്റയ്ക്ക് മുഴങ്കാൽ മടക്കി യേശുവിനോട് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ രക്ഷകനോട് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഉടമസ്ഥനോട് പ്രാർത്ഥിക്കുക. കർത്താവ് പ്രാർത്ഥന കേൾക്കും. അങ്ങനെ നിങ്ങൾക്ക് കർത്താവുമായി ഒരു ഇൻറ്റിമസി ഉണ്ടാകും. ആ ഇൻറ്റിമസി നിങ്ങളുടെ ആത്മീയ വളർച്ചയിലും ഭൗതിക നന്മയിലും വലിയ അനുഗ്രഹത്തിൻ്റെ നാഴികക്കല്ലായിത്തീരും. അതിനിടയാകട്ടെ. കർത്താവ് നിങ്ങളെ നിറവഴിയായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.